ഹലോ ഗൈസ്, ഐഷൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്, ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഐവുമോൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ചെന്നൈയിലെ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഫെയ്മ എന്ന് പറയും കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുട്ടികൾക്ക് ഫെയ്മ ബാലകലാമേള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സർഗോത്സവ് 2026 ചില ഭാഗങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ നമ്മുടെ ഐവൂട്ടനും ഉണ്ടായിരുന്നു, കോമ്പറ്റീഷനിൽ ഐവൂട്ടനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവരും ചെറിയ കുഞ്ഞു മക്കളാണ് കേട്ടോ. ഏകദേശം ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു ഏജിൽ വരുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഐവുമോൻ ഉണ്ടായിരുന്നത് ഫാൻസി ഡ്രസ്സിലും പിന്നെ ആക്ഷൻ സോങ് മലയാളത്തിലും പിന്നെ ഡ്രോയിങ് കോമ്പറ്റീഷനിലായിരുന്നു കേട്ടോ. 3 എണ്ണത്തിൽ അവനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരെയും സ്റ്റേജിൽ നിർത്തിയിട്ട് ദീപം തെളിയിച്ചു കേട്ടോ. കുട്ടികളെ എല്ലാവരെയും കൂട്ടിയിട്ട് ദീപം തെളിയിച്ചു. എന്നിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ടായത്. ഇവിടെ ചെന്നൈയിൽ തന്നെ എന്താ പറയുക, കേരള സമാജ സ്കൂളിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് കേട്ടോ. ഇച്ചിരി ലേറ്റായി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഷോർട്സ് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം കേട്ടോ. ഐവുമോൻ ഡോക്ടറായിട്ടായിരുന്നു കേട്ടോ ഫാൻസി ഡ്രസ്സിൽ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു പരിപാടിയിൽ. പിന്നെ എല്ലാം വെറൈറ്റി ആയിരുന്നു. പോലീസ് ഉണ്ടായിരുന്നു, സ്പൈഡർമാൻ, കാറ്റർപില്ലർ, അങ്ങനെ ഒരുപാട് കുട്ടികൾ ഒരുപാട് ഫാൻസി ഡ്രസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുരുകനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു, രക്ഷയില്ലായിരുന്നു കേട്ടോ കുട്ടികളുടെ പരിപാടി. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവരും സ്റ്റേജിൽ ഇങ്ങനെ ഒത്തൊരുമിച്ച് നിന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതിലൊരു സ്പൈഡർമാനെല്ലാം ഒക്കെ നോക്കൂ, ഇത് രസമല്ലേ കുഞ്ഞുകുട്ടികളെ. ഒരു വേറെ തന്നെ ഒരു നമുക്കൊരു എന്താ പറയുക, ഇഷ്ടമാണല്ലേ കുട്ടികളോട്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുമക്കളോടൊക്കെ. അപ്പോൾ എല്ലാവരും ഞാനാണോ നീയാണോ എന്നുള്ള രീതിയിലായിരുന്നു പെർഫോം ചെയ്തത്. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ദീപം തെളിയിക്കുന്ന ആ ഒരു ചടങ്ങായിരുന്നു കേട്ടോ കാലത്ത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ്. പിന്നെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. കാർട്ടൂൺ ക്യാരക്ടറും അങ്ങനെ ഒന്നും പറയേണ്ട, അടിപൊളിയായിരുന്നു കേട്ടോ. ബലൂൺസൊക്കെ സെറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് പിന്നെ അതൊക്കെ അല്ലേ വേണ്ടത്, അവരുടെ മൈൻഡൊക്കെ അങ്ങോട്ടേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അവരും എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവിടെ സ്റ്റേജിൽ കുട്ടികളുടെ പരിപാടിയുടെ ദിവസം വന്ന് അവരുടെ പ്രോഗ്രാമിന് ദീപം തെളിയിച്ചു. ദീപം തെളിയിച്ചിട്ട് പിന്നെയാണ് കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടാലോ. പക്ഷെ നമ്മുടെ അച്ഛൻ്റെ ഫോണിന്റെ ലോക്ക് അറിയാല്ലേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെ തുറക്കുക, അതെങ്ങനെ ചെയ്യാന്നറിയാം. പക്ഷെ ഫോൺ നമ്പർ അറിയില്ല. അപ്പൊ ഫോൺ നമ്പർ അറിയണ ആരാണുള്ളത്? അപ്പൊ ആ ആള്
ആ സ്റ്റേജിൽ വന്നിട്ട് ആദ്യം പറയും. പറയരുത് നോ 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 നോ. അവന്റെ അടുത്ത് തന്നെ സംസാരിക്കും, നിങ്ങളുടെ അടുത്തല്ല. നീ പോവുകയാണെങ്കിൽ അയ്യോ അത്രയും നീ വേണ്ട, അപ്പൊ അവിടെ നിന്നു, നിനക്ക് അത്രയും ബുദ്ധിമുട്ട്. പമ്മി വരുന്നുണ്ട് കള്ളിപ്പൂച്ച കരിമ്പൂച്ച, പാലും തേനും സൂക്ഷിച്ചോ, പായസമെല്ലാം മൂടിക്കോ, പട്ടിരിയെല്ലാം മാട്ടിക്കോ, പട്ടായട്ടില് പൂട്ടിക്കോ. പമ്മി പമ്മി വരുന്നുണ്ട് കള്ളിപ്പൂവയിൽ. വെരി ഗുഡ് വെരി ഗുഡ്. പഠിക്കോളൂ 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 പഠിക്കോളൂ. ഹലോ ഫാൻസി ഡ്രസ്. ഞാനില്ല, എനിക്ക് തേൻ കുറിച്ചാണ് നന്ദിട്ട. താങ്ക് യു. ഇപ്പൊ കിട്ടും പരിപാടി, പക്ഷേ തല്ലിതൊന്നുമില്ല എന്നാ അച്ഛാ. പറഞ്ഞ തല്ലില്ല. നമസ്കാരം. പറമ്പി പശു വെച്ചു നല്ല ജസ്സിക്കുഞ്ഞിനെ, കറുത്ത കണ്ണും വെളുത്ത വാലും എന്തൊരു രസമാണ്, എന്തൊരു രസമാണ്. രാവിലെ അമ്മ പാല് കളന്ന് നോക്കുമ്പോൾ 1 2 3 4 5 ലിറ്റർ പാൽ കാച്ചി കുറിക്കിയ പാലുമായി അമ്മ. അപ്പോൾ ഇതായിരുന്നു ഐവൂട്ടൻ്റെ ആക്ഷൻ സോങ്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പാട്ട്, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഫോണിൽ. പിന്നെ വേറൊരു ചേച്ചിയായിരുന്നു എൻ്റെ ഫോണിൽ വീഡിയോസൊക്കെ എടുത്ത് തന്നത്. അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നത് ഡ്രോയിങ് ആയിരുന്നു, ഡ്രോയിങ് കോമ്പറ്റീഷൻ. അപ്പോൾ അതിലും ഐവൂട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവനിങ്ങനെ വരക്കുവാണ് കേട്ടോ, കളറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചിട്ട് കളർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഡ്രോയിങ് കോമ്പറ്റീഷന് അങ്ങനെ അധികം കുട്ടികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. അപ്പോൾ അവിടെ ഒരു ബെഞ്ചും ഇതൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാണ് കേട്ടോ. ഫാൻസി ഡ്രസ്സിൻ്റെ ഡ്രസ്സിൽ ഞാൻ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ അതാണ് ആ ഒരു വേഷത്തിലായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് അവരവർ വരച്ചു, പിക്ചേഴ്സൊക്കെ വരച്ചു. നന്നായിട്ടുണ്ടായിരുന്നു. ഒരു മലയും വീടും സൂര്യനും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വരച്ചത്. പിന്നെ അതൊക്കെ വരച്ചതിന് ശേഷം അതൊക്കെ എടുത്തിട്ട് പിന്നെ സ്റ്റേജിൽ കയറാൻ പറഞ്ഞു കേട്ടോ വരച്ച കുട്ടികളോടൊക്കെ. അപ്പോൾ വരച്ചവരൊക്കെ അവരുടെ പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് അവിടെ പോയിട്ട് സ്റ്റേജിൽ എല്ലാവരെയും കാണിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇനി കാണാം. പിന്നെ എല്ലാവരും അവരവരുടെ പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് സ്റ്റേജിൽ കയറി കേട്ടോ. കയറിയിട്ട് പിന്നെ ലാസ്റ്റ് സമാപന സമ്മേളനമായിരുന്നു. പിന്നെ പ്രൈസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ആയിരുന്നു കേട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്, പിക്ചേഴ്സൊക്കെ വരച്ചത്. അപ്പം കയറി
പിന്നെ എല്ലാ കുട്ടികളെയും കയറ്റി കേട്ടോ, ഫാൻസി ഡ്രസ്സിലും ആക്ഷൻ സോങ്ങിലും ഒക്കെ പങ്കെടുത്ത കുട്ടികളെല്ലാവരെയും കയറ്റിയിട്ട് പിന്നെ അവരുടെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് പങ്കെടുക്കേണ്ട പരിപാടി തന്നെ ആരംഭിക്കുന്നതാണ്. എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പ്രൈസൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഐവൂനും കിട്ടി കേട്ടോ പ്രൈസൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് സന്തോഷമായിട്ട് താഴേക്ക് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഡോക്ടറിനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു താഴെ വെച്ചിട്ട്. സിംഹത്തിന് മുമ്പിലും ഛോട്ടാ ഭീമിൻ്റെ നടുക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. മുണ്ടകൻ പാടത്തെ നെടിലുണ്ടം കൊയ്തപ്പോൾ അവിടുന്ന് കിട്ടിയ വിത്തുകളാനടിയേ തകതാരിക ആയേ തകതാരിക തകതാരിനും തകതാ
ഇഞ്ചത്താറയിലെ ജോണച്ചാനന്റെ വട്ടം പീഡിച്ചെന്നെ നട്ടലോടിഞ്ഞു പോയി ഏതകതാരിക ആയേ. പിന്നെ എല്ലാവരുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്നത് സമാപന സമ്മേളനമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയത് ഫേമസ് സിംഗറാണ്, നമ്മുടെ ഗംഗെ അമരൻ എന്ന് പറഞ്ഞ ആളായിരുന്നു കേട്ടോ. പിന്നെ ഇളയരാജയുടെ സിബ്ലിംഗ് ആണ്. അപ്പോൾ അവരായിരുന്നു നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയത് സമാപന സമ്മേളനത്തിൽ. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, ഇന്നത്തെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം. ഞാൻ ഡോക്ടറാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഐവട്ടം പറഞ്ഞത് കേട്ടല്ലോ. ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ മറക്കില്ലേ. കാണാത്തവരാണെങ്കിൽ ഓടിപ്പോയിട്ട് കണ്ടിട്ട് വീഡിയോയും കൂടെ കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാനും മറക്കില്ല കേട്ടോ. പിന്നെ പുതിയ ആൾക്കാരാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.